ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാത്രി കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഉണക്കമീനാണ്, മാന്തളാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഒരു ദിവസം ഞാൻ പച്ചമാന്തളൊക്കെ നേരാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉണക്കമാന്തൾ നേരാക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് ദിവസമായി ഇത് വാങ്ങിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തേങ്ങ അരയ്ക്കാത്ത കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ മാന്തളൊക്കെ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കേട്ടോ. 5-6 മീൻ എടുത്തോളൂ കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കേ വേണ്ടുള്ളൂ. സ്വത്ത് പിന്നെ മീൻ കഴിക്കില്ല, ഇത് കറിയിലെ മീൻ സ്വത്ത് കഴിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിത് മീനൊക്കെ കഴുകിയെടുത്തു. അപ്പോഴേക്കും സ്വത്ത് ഓടി വന്നതാണ്. ഫ്രിഡ്ജിൽ നിന്ന് പപ്പായ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അതിനിടയിൽ ക്യാമറയിൽ നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പപ്പായയൊക്കെ എടുത്തു കൊടുത്തു. സ്വത്തും ബസാറിനും കൂടി റൂമിലിരിക്കുന്നുണ്ട്, TV കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയിൽ സ്വത്ത് ഓടി വന്നതാണ്. ഇടയ്ക്കിടെ അടുക്കളയിലേക്ക് ഓടി വരും കേട്ടോ. അങ്ങനെ ഞാനിത് മീനിൽ കുറച്ച് കാശ്മീർ ചില്ലിയും പിന്നെ മീൻ മസാലയും കൂടി തേച്ച് വെച്ചതാണ്. അപ്പോഴേക്കും ചെറിയൊരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 വെളുത്തുള്ളിയും പിന്നെ ഒരു പീസ് ഇഞ്ചിയും എടുത്തിട്ട് അതൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മിക്സിയിൽ തന്നെ ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാനാണ്. അങ്ങനെ മിക്സിയിൽ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ സ്വത്തുക്കുട്ടി മീൻ കറിയിൽ മീനൊന്നും കഴിക്കില്ല കേട്ടോ. അവന് വറുത്ത മീനാണ് ഇഷ്ടം. ഏത് മീൻ കറിയാണെങ്കിലും വറുത്ത മീനാണ് കൂടുതലിഷ്ടം. അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ ചിക്കനും അതിൽ കഴിക്കില്ല കേട്ടോ. സ്വത്തുവിന് വേണ്ടിയിട്ട് പ്രത്യേകം ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ മീൻ കറി വയ്ക്കാനുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പിഴിഞ്ഞെടുത്തു. പുളിയൊക്കെ പിഴിഞ്ഞെടുത്തു. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പിൽ വെള്ളം കൂടി മാറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ ഗ്യാസൊക്കെ കത്തിച്ച് ചട്ടിയൊക്കെ അടുപ്പിൽ വെക്കാം. ഇത് പഴയ ചട്ടിയാണ്, പുതിയൊരു ചട്ടി കൂടിയുണ്ട്. അപ്പോൾ ഇതാ ചട്ടിയൊക്കെ അത് ചൂടായി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കണത്. അങ്ങനെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കടുകും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ദൂരം ഞാനൊന്ന് മാറി നിന്നു, കാരണം ആ കടുക് പൊട്ടിത്തെറിക്കുമല്ലോ. അങ്ങനെ കടുകിനെ പേടിച്ച് മാറി നിന്നപ്പോഴാണ് കേട്ടോ ചട്ടി ചെറുതായിട്ട് ചെരിഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടത്. അങ്ങനെ ഞാൻ ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് കുറച്ച് ഉലുവയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ എപ്പോഴും കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. സ്വത്ത് അവിടെ മറിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ ബുക്കിൽ ഗമ്മ് പോയെന്ന് പറഞ്ഞതാണ്. എന്നെ കാണാതെ വന്ന് തുടയ്ക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിച്ചതാണ് കേട്ടോ, തുടച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ ഗമ്മൊക്കെ തുടയ്ക്കാൻ നിന്നപ്പോഴേക്കും നമ്മുടെ കടുകൊക്കെ പൊട്ടിത്തെറിച്ച് കരിയാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് തന്നെ ഉലുവ ഇട്ട് കൊടുത്ത് ഇളക്കി. അതുപോലെ തന്നെ ഒരു പച്ചമുളകും കീറിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചതും ഇട്ട് കൊടുത്തു കേട്ടോ. സവാളയൊക്കെ ചതച്ച് ഇട്ട് കൊടുത്തു. അങ്ങനെ ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ടു. അതൊന്ന് വഴറ്റി വന്ന് കഴിഞ്ഞപ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു. ചട്ടിയിലുള്ളതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും ഒരു തക്കാളി കൂടി അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ട് തക്കാളി എടുത്തതാണ് കേട്ടോ. അങ്ങനെ തക്കാളിയുടെ പാതി മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അതിനുശേഷം ഞാനിത് ഒരു പ്ലേറ്റിൽ പൊടികളൊക്കെ, കുറച്ച് മസാലപ്പൊടികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൊടികൾ കൂടി ചട്ടിയിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് അരിഞ്ഞു വെച്ച തക്കാളി കൂടി ഇട്ട് കുറച്ച് സമയം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതാണ്. അത് ഈ ഒരു രൂപത്തിലാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ തുറന്നിട്ട് ഞാനിതാ പിഴിഞ്ഞ് വെച്ച പുളി കൂടി ഒഴിച്ച് വെച്ചു. പുളി കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കണ്ടത് ഈ ഒരു കുഴമ്പ് രൂപത്തിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇതാണ്ട മസാല തേച്ച് വെച്ചിട്ടുള്ള മാന്തൾ മീനാണ് കേട്ടോ. അതാ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലോട്ട് ഇട്ട് കൊടുത്തു. നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത് മീൻ കറിയുടെ. കണ്ടോ, ചെറുതായിട്ടൊന്ന് ഞാൻ ഇളക്കിയതാണ്. അങ്ങനെ കറിയൊക്കെ ഇതാ തിളച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കാനുള്ള മുട്ട പൊട്ടിക്കുകയാണ് കേട്ടോ. മുട്ടയൊക്കെ പൊട്ടിച്ചു. സ്വത്തുമാണ് എനിക്ക് അധികം മുട്ട പൊട്ടിച്ച് തരാറുള്ളത്. അപ്പോഴേക്കും സ്വത്ത് ഓടി വന്നിട്ടുണ്ട് കേട്ടോ. ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് എന്തൊക്കെയോ പറഞ്ഞ് ഓടിപ്പോയി. റൂമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറി റെഡി ആയതിന് ശേഷം നമുക്ക് ഓംലേറ്റ് കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉപ്പുണ്ടോയെന്ന് നോക്കട്ടെ, ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കട്ടെ ഇവരുടെ ഞാനൊന്ന് നോക്കിയതാണ്. സൂപ്പറായിരുന്നു കേട്ടോ, എല്ലാം കറക്റ്റാണ്. എരിവ് ഞാൻ കൂടുതലായിട്ട് ഇടാറില്ല. സ്വത്തുവിന് വേണ്ടി എരിവ് കുറച്ച് ഇടാറുള്ളൂ കേട്ടോ. പിന്നെയും സ്വത്ത് ഓടി വന്നു കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എന്തോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഞാനിത് ഓംലേറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ഓംലേറ്റാണ് സ്വത്ത് കഴിക്കുക കേട്ടോ. പുഴുങ്ങിയ മുട്ട സ്വത്ത് കഴിക്കില്ല.
അപ്പോൾ അങ്ങനെ ഓംലേറ്റും ഉണ്ടാക്കി, കറിയും സെറ്റായി, ചോറും വെച്ച് അങ്ങനെ രാത്രിയാകുമ്പോഴേക്കുള്ള ഭക്ഷണമൊക്കെ റെഡി ആയി കേട്ടോ. ബായ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.